ബ്രിട്ടനിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുടിയേറാനുള്ള ഒരു എളുപ്പമാർഗം എന്ന നിലയിൽ മുൻപ് ഒട്ടേറെ മലയാളി വിദ്യാർത്ഥികളെ ആകർഷിച്ച ഒരു പ്രവണത ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ കടുത്ത വിസ നിയമങ്ങളുമായി മുന്നോട്ട് വന്നതോടെ UK പഠനം എന്ന മലയാളി വിദ്യാർത്ഥികളുടെ മുഖത്തിന് മങ്ങലേറ്റിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾക്കിടയിലും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ UK-യിലെ പഠന സാധ്യതകളെ സുധൈര്യം സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. ഫലത്തിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിസ നേടുന്ന വിദേശ വിദ്യാർത്ഥികൾ എന്ന കിരീടം ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിലനിർത്തുന്നു. യഥാർത്ഥത്തിൽ പഠനം എന്ന ലക്ഷ്യത്തോടെ വരുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ഒരുപോലെ ഗുണകരമാണ്. യൂണിവേഴ്സിറ്റിയിൽ പോകാൻ താല്പര്യമില്ലാതെ കേവലം വിസ നേടാനും പിന്നീട് രാജ്യം വിട്ട് മുങ്ങാനുമായി ഏതെങ്കിലും കോഴ്സുകളിൽ പ്രവേശനം നേടിയിരുന്ന പഴയ പ്രവണത ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇത് യൂണിവേഴ്സിറ്റികളുടെ അക്കാദമിക് നിലവാരം ഉയർത്താനും മികച്ച അക്കാദമിക് പശ്ചാത്തലമുള്ള വിദ്യാർത്ഥികൾ കൂടുതലായി എത്താനും സഹായിക്കുന്നു. ഈ ഒരു മാറ്റമാണ് ഇപ്പോൾ UK വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത്. വിദേശ വിദ്യാഭ്യാസം തേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ UK ശ്രദ്ധാകേന്ദ്രമാകുന്നതിന് പിന്നിൽ ചില നിർണായകമായ കാരണങ്ങളുണ്ട്. അമേരിക്കൻ ഭരണകൂടം വിദ്യാർത്ഥികളോടും പ്രൊഫഷണലുകളോടും സ്വീകരിക്കുന്ന ചില കർശനമായ നിലപാടുകൾ ഇന്ത്യക്കാർക്കിടയിൽ പൊതുവെ അതൃപ്തി വളർത്തിയിരുന്നു. ഇത് സ്വാഭാവികമായും UK പോലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് അവസരം തേടുന്നതിലേക്ക് അവരെ നയിച്ചു. ഇതിനു പുറമെ UK-യിലെ മിക്ക പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളും ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നത് പഠന ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അമേരിക്കയിലും കാനഡയിലും പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കാൻ കുറഞ്ഞത് 2 വർഷമെങ്കിലും നിർബന്ധമാണ്. ഇതുമൂലം ഈ രാജ്യങ്ങളിലെ പഠന ചെലവും ജീവിത ചെലവും UK-യേക്കാൾ ഇരട്ടിയോളമാകും. UK-യിൽ കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ ഒരു ജോലി ലഭിക്കുന്നില്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനും പഠനത്തിനനുസരിച്ചുള്ള ജോലി കണ്ടെത്താനും ഇന്ത്യൻ വിദ്യാർത്ഥികൾ തയ്യാറാകാറുണ്ട്. UK-യിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളം അവിടുത്തെ ഉയർന്ന ജീവിത ചെലവിന് തികയാതെ വരുന്ന സാഹചര്യത്തിൽ അതിലും സന്തോഷവും സാമ്പത്തിക ഭദ്രതയും നൽകുന്ന സ്വന്തം നാട്ടിലെ ഇഷ്ടത്തൊഴിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് UK-യിൽ തുടരുന്നത് എന്നൊരു ചിന്ത ശരാശരി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇന്ന് UK-യേക്കാൾ വേഗത്തിൽ ഇന്ത്യയിലോ മറ്റ് രാജ്യങ്ങളിലോ തൊഴിൽ കണ്ടെത്താനാകുമെന്ന സാഹചര്യം പഠനം പൂർത്തിയാക്കിയ ഉടൻ വിദേശ വിദ്യാർത്ഥികളെ UK വിടാൻ പ്രേരിപ്പിക്കുന്നു. UK-യിൽ വളർച്ചാ നിരക്ക് വർഷങ്ങളായി മുരടിച്ചിരിക്കുന്നതിനാൽ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പോലും കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ കഴിയാത്ത സ്ഥിതിയിലുണ്ട്. എന്നാൽ അതിവേഗം വളരുന്ന ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ഥിതി വ്യത്യസ്തമാണ്. എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, ബിസിനസ്, ഡാറ്റാ സയൻസ് തുടങ്ങിയ മേഖലകളിലൊക്കെ മികച്ച പ്രൊഫഷണലുകൾക്ക് വലിയ ഡിമാൻഡാണ്. ഇതിനെല്ലാം ഉപരിയായി UK വിദ്യാഭ്യാസത്തിന് ലോകമെമ്പാടുമുള്ള അംഗീകാരം ഇന്ത്യൻ കുടുംബങ്ങളെ ഇപ്പോഴും തങ്ങളുടെ മക്കളെ അവിടെ തന്നെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. വിദ്യാർത്ഥി വിസയ്ക്കായുള്ള കടുത്ത നിയമങ്ങൾ മലയാളികളെ ഒഴികെയുള്ള മറ്റ് ഇന്ത്യൻ സംസ്ഥാനക്കാരെ സ്വാധീനിച്ചിട്ടില്ല എന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം 1 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് UK-യിൽ എത്തിയിരിക്കുന്നത്. ഇത് മറ്റേത് രാജ്യത്തെക്കാളും ഉയർന്ന നിരക്കാണ്. വിസ നിയമങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ച് അവ്യക്തത ഉണ്ടായിരുന്ന ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ പോലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 44% അധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇത്തവണ UK-യിൽ എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയും UK-യും തമ്മിൽ രൂപം കൊള്ളുന്ന ശക്തമായ നയതന്ത്ര ബന്ധങ്ങളും അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് സാധ്യമാകുന്ന 5 ലക്ഷം കോടി രൂപയുടെ വാണിജ്യ വ്യാപാര കരാറുകളും ദീർഘകാലാടിസ്ഥാനത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന വസ്തുതയും UK പഠനത്തിന്റെ മതിപ്പ് വർദ്ധിപ്പിക്കുന്നു. മാറിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾ തയ്യാറാണ് എന്നതിന്റെ സൂചന കൂടിയാണ് ഈ കണക്കുകൾ. UK വിദ്യാഭ്യാസം നേടിയാൽ ഇന്ത്യയിലെ വലിയ മെട്രോ നഗരങ്ങളിൽ മികച്ച തൊഴിൽ സാധ്യതയും ആകർഷകമായ ശമ്പളവും ലഭിക്കുമെന്നതാണ് ഇപ്പോഴും ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ UK പഠനത്തിലേക്ക് ആകർഷിക്കുന്നത്. ഈ വമ്പൻ മെട്രോ നഗരങ്ങൾക്ക് ഓരോ വർഷവും 10,000-കണക്കിന് യുവ പ്രൊഫഷണലുകളെ ആവശ്യമുണ്ട്. എന്നാൽ കേരളത്തിൽ, കൊച്ചിയിൽ പോലും ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് മികച്ച ശമ്പളം ഓഫർ ചെയ്യാനുള്ള തൊഴിൽ സാധ്യതകളുടെ അഭാവം നിലനിൽക്കുന്നു. വിദേശ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്ന വലിയ തുകയെക്കുറിച്ച് ഈ വാസ്തവം തിരിച്ചറിയാവുന്ന മലയാളി വിദ്യാർത്ഥികൾക്കായി ആശങ്ക നിലനിർത്തുന്നു. ഇതും മലയാളി വിദ്യാർത്ഥികൾക്ക് UK യൂണിവേഴ്സിറ്റി പഠനം അകലെയാക്കുന്ന പ്രധാന കാരണമാണ്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം UK സ്റ്റുഡന്റ് വിസയ്ക്കായി മലയാളികളുടെ ഒരു വലിയ കൂട്ടയടി തന്നെ ഉണ്ടായിരുന്നു. ഈ ട്രെൻഡ് പിന്നീട് മഹാരാഷ്ട്ര, ആന്ധ്ര, തമിഴ്നാട്, പഞ്ചാബ്, ഗുജറാത്ത്, ഡൽഹി, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വഴിമാറുകയായിരുന്നു.
2022-23 വർഷത്തെ പ്രവേശന ട്രെൻഡിൽ പാർട്ട് ടൈം ജോലിയും PSW കാലയളവിൽ UK ജോലിയും ലഭിക്കാൻ ബുദ്ധിമുട്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ നന്നായി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ മാത്രം UKയിലേക്ക് വരാമെന്ന നിലയിലേക്ക് മലയാളികൾ മാറി. ഇതിനിടയിൽ സ്റ്റുഡന്റ് വിസ നേടി UKയിലെത്തി വിസ സ്വിച്ച് ചെയ്ത് കെയർ ഹോം ജോലി നടത്തി സെറ്റിലാകാം എന്നൊരു ട്രെൻഡും 2022 സാക്ഷ്യം വഹിച്ചു. കോവിഡ് കാലത്തെത്തിയ മലയാളി വിദ്യാർത്ഥികൾക്ക് സമയപരിധിയില്ലാതെ ജോലി ചെയ്യാൻ അനുവദിച്ചപ്പോൾ പഠനത്തെക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്ത് നാട്ടിലേക്ക് ലക്ഷങ്ങൾ അയച്ചത് കേട്ടറിഞ്ഞാണ് 2022 മലയാളി വിദ്യാർത്ഥികളുടെ വലിയ തള്ളിക്കയറ്റം സംഭവിച്ചത്. ഒറ്റയടിക്ക് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ എത്തിയതോടെ യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടുകളുടെ എണ്ണവും അക്കാലയളവിൽ റെക്കോർഡ് വർധനമുണ്ടാക്കി. ഇതോടുകൂടെ കണക്കിലെടുത്താണ് അന്നത്തെ ഹോം സെക്രട്ടറി പ്രീതി പട്ടേലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വിസ സ്വിച്ച് ചെയ്യുന്നതിനുള്ള നിയമങ്ങളിൽ മാറ്റം വന്നത്. വിദ്യാർത്ഥി വേഷത്തിൽ UKയിലെത്തി ഒരാഴ്ച പോലും യൂണിവേഴ്സിറ്റിയിൽ പോകാതെ വിസ ഏജൻസിയുടെ സഹായത്തോടെ കെയർ ഹോമുകളിൽ ജോലി തേടിയ പലരും ഇപ്പോൾ വിസ എക്സ്റ്റൻഷൻ നേടി സ്ഥിരതാമസ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ഇവരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് UK സ്റ്റുഡന്റ് വിസ എന്നത് കുടിയേറ്റത്തിനായുള്ള കുറുക്കുവഴി ആയിരുന്നു എന്ന് UK സർക്കാരിന് ബോധ്യമായത്. ഇതേസമയം തന്നെ കെയർ വിസ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ആയിരക്കണക്കിന് പരാതികൾ ഹോം ഓഫീസിൽ ലഭിച്ചു. ഇതോടെ കെയർ വിസ വഴി സെറ്റിൽ ആകുന്നതിനുള്ള സാധ്യതയും സർക്കാർ അടച്ചു. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇനി UKയിൽ പോയിട്ട് കാര്യമില്ല എന്നൊരു ചിന്താഗതി മലയാളികൾക്കിടയിൽ പടർന്നതും സ്റ്റുഡന്റ് വിസക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായതും. സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കൂടുതൽ ശ്രമിച്ചുകൊണ്ടാണ് 2022 മലയാളികൾ റെക്കോർഡ് വിസ സ്വന്തമാക്കിയതും ഇപ്പോൾ സാഹചര്യം മാറിയപ്പോൾ UKയിലേക്ക് പോകാനുള്ള ആവേശം കുറഞ്ഞതുമെന്ന് ഈ സംഭവങ്ങൾ വിലയിരുത്തുന്നു.